Hello, students. So how is the classes going of your new semester? Anyway, ഇത് Entre to Adulthood നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് മൊഡ്യൂൾ 4-ലുള്ളതാണ്. നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സേ ഇനി ബാക്കിയുള്ളൂ ലാസ്റ്റ് സെമിസ്റ്ററിലെ. Module 4 Human Rights first chapter Entre to Adulthood. It is written by Malini Chib. Okay. നോക്കാം എന്താണ് ചാപ്റ്ററിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം ഈ ചാപ്റ്റേഴ്സിന് റിലേറ്റഡ് ആയിട്ട്. Now I'll be shifting from Malayalam and English, okay, simultaneously. Now let's move into the chapter. അപ്പോൾ എൻട്രിവസ് ടു അഡൽട്ട്ഹുഡ്. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ടൈം പീരീഡ് ആണ് മാലിനി ചിബിന്റെ ടൈം പീരീഡ്. അതിനെക്കുറിച്ചാണ് ആ ടൈം പീരീഡിൽ ഒരു എപ്പിസോഡാണ് നമ്മുടെ ഈ ചാപ്റ്റർ. എൻട്രിവസ് എന്ന് വെച്ചാൽ ഫ്രഞ്ച് വേർഡാണ്, ബിറ്റ്വീൻ എന്നാണ് അർത്ഥം. അപ്പോൾ ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ് ആ ടൈം പീരീഡിലെ എക്സ്പീരിയൻസ് ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മൊത്തമല്ല, അതിലൊരു പീസാണ്, ഒരു ചെറിയ ചാപ്റ്റർ ആണിത്. ഇതൊരു മാലിനി ചിബിന്റെ തന്നെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത ഒരു പാർട്ടാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ആക്കി തന്നിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി. Now, introduction എന്താ? Born in Kolkata, India in 1966. അപ്പൊ ജനിച്ചത് കൊൽക്കത്തയിലാണ്, ഇന്ത്യ. In 1966, മാലിനി ചിബ് is an Indian disability rights activist ആണ്. മാലിനി ചിബ് ഇന്ത്യൻ ഡിസബിലിറ്റി റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് ആൻഡ് ഓതർ ഓഫ് വൺ ലിറ്റിൽ ഫിംഗർ. അത് ഓട്ടോബയോഗ്രഫി ആണ് മാലിനി ചിബിന്റെ കേട്ടോ. പിന്നെ ഷീ സഫേർഡ് ഫ്രം ലോസ് ഓഫ് ഓക്സിജൻ ഡ്യൂറിങ് ബർത്ത് കോസിങ് സെറിബ്രൽ പാൽസി. അപ്പോൾ എന്ത് ഡിസബിലിറ്റി ആണ് മാലിനി ചിബിനുള്ളത്? സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞ ഡിസബിലിറ്റി ആണ്. അതെങ്ങനെ, എന്തുകൊണ്ട് വരുന്നതാണ്? ഡ്യൂ ടു ലോസ് ഓഫ് ഓക്സിജൻ. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഓക്സിജന്റെ ലഭ്യത കുറവ് കാരണം വരുന്ന ഒരു ഡിസബിലിറ്റിയാണ് സെറിബ്രൽ പാൽസി. അതാണ് മാലിനി ചിബിന് ഉണ്ടായിരുന്നത്. ഹെർ പേരൻസ് മൂവ് ടു ഇംഗ്ലണ്ട് ആഫ്റ്റർ ഹെർ ബർത്ത് to get better care for her. അപ്പോൾ മാലിനി ചിബിന്റെ ബർത്തോടെ മാലിനി ചിബിന് ഒരു ബെറ്റർ എൻവിറോൺമെന്റ്, ഒരു എൻഹാൻസിങ് എൻവിറോൺമെന്റ് കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് എവിടേക്ക് പോകുന്നു? ഇംഗ്ലണ്ടിലേക്ക് മാലിനി ചിബിനെയും കൊണ്ട് മാലിനി ചിബിന്റെ അച്ഛനും അമ്മയും പറക്കാണ്. അപ്പോൾ ആഫ്റ്റർ ഹെർ ബ്രദർ നിഖിൽ വാസ് ബോൺ, ദ ഫാമിലി മൂവ്സ് ബാക്ക് ടു ഇന്ത്യ. അപ്പം നിഖിൽ എന്ന് പറഞ്ഞ അനിയന്റെ ജനനം അവിടെ വെച്ചുണ്ടാവുന്നു. അതിനുശേഷം അനിയനും അച്ഛനും അമ്മയായിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. ഓക്കെ. Since no school would take her as a student, her mother, Mithu Allu, started a school called the Center for Special Education. അപ്പോൾ തിരിച്ച് അനിയനുമായി വന്ന നമ്മുടെ മാലിനിയെ ഇന്ത്യയിലെ ഒരു സ്കൂളുകളും അഡ്മിഷൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഭയങ്കര ഒരു സ്ട്രോങ് വുമൺ ആണ് നമ്മുടെ മാലിനി ചിബിന്റെ അമ്മ കേട്ടോ, മിത്തു. അപ്പൊ മിത്തു സ്വയം ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്, സെന്റർ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അവിടെ ആദ്യം എഡ്യൂക്കേഷൻ തുടങ്ങുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന മാലിനി ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കുന്നത്? തോമസ് ഡെലുറെ സ്കൂൾ, ബോർഡിംഗ് സ്കൂൾ ഫോർ പീപ്പിൾസ് വിത്ത് സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികൾക്കുള്ള ബോർഡിംഗ് സ്കൂളായ തോമസ് ഡെലുറെ സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കുന്നത് ഇംഗ്ലണ്ടിൽ. ഇന്ത്യയിൽ ഒരു സ്കൂളും അഡ്മിഷൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അപ്പൊ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ പഠിച്ച് പിന്നെ BA ഇവിടെ എടുക്കാൻ വരുന്നു മുംബൈയിലേക്ക്. തിരിച്ച് സ്വന്തം രാജ്യമായ ഇന്ത്യയിലെ സ്വന്തം നാടായ മുംബൈയിൽ സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് പഠിച്ചത്. ഓക്കെ, സെന്റ് സേവിയേഴ്സ് കോളേജ്. ഓക്കെ, കൊൽക്കത്തയിലാണ് ജനിക്കുന്നത്. കോളേജ് പഠിക്കുന്നത് മുംബൈ. ഓക്കെ, മുംബൈയിലെ ഫേമസ് ആയ കോളേജ് സെന്റ് സേവിയേഴ്സ് കോളേജ്, മുംബൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജാണ്. അവിടുന്ന് BA ഡിഗ്രി എടുക്കുന്നു. പിന്നീട് മാസ്റ്റേഴ്സ് ഡിഗ്രി 2 എണ്ണം മാലിനി ചിബിനുണ്ട്. രണ്ടും എടുത്തത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഒന്ന് ജെൻഡർ സ്റ്റഡീസിലും രണ്ടാമത്തത് ലൈബ്രറി സയൻസിലുമാണ്. അതാണ് അടുത്ത സെന്റൻസുകളിൽ പറയുന്നത്. ഞാൻ ഒന്ന് വായിക്കാം. ഷീ അറ്റൻഡഡ് St. Xavier's College affiliated to University of Mumbai and earned a BA degree. Later, she went back to England to get a master's degree. Malini Chib holds 2 postgraduate degrees from England. 2 postgraduate degrees from England.
from London, one in gender studies and other in library സയൻസസ്. ലണ്ടനിൽ നിന്ന് BA നമ്മുടെ മുംബൈയിൽ പഠിച്ചു. മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച് വീണ്ടും പോയി. അവിടെ നിന്ന് 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. ഓക്കെ. അതിനുശേഷം ഷീ ഈസ് ദ CEO ആൻഡ് ട്രസ്റ്റി ഓഫ് അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാണ്. നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിറച്ച് ഇൻഫർമേഷൻ കിട്ടും. അതിൻ്റെ ഫുൾ ഫോം എന്താ, അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കിലുണ്ട്. സോ നോട്ട് ദ പോയിന്റ് ഗൈസ്. ഏബിൾ ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗെദർ എന്നാണ് ആ ഓർഗനൈസേഷൻ്റെ ഫുൾ ഫോം. ഓക്കെ. ഏബിൾ ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗെദർ. അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ CEOയും ട്രസ്റ്റിയും ഒക്കെ നമ്മുടെ മാലിനി ചിബാണ്. പിന്നെ ഈ അഡാപ്റ്റ് ഓർഗനൈസേഷൻ്റെ ആക്റ്റീവ് വിങ്, അതിൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിങ് ഉണ്ട്. നാഷണൽ അഡാപ്റ്റ്സ് റൈറ്റ്സ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് പേര്. അതിൻ്റെയും ചെയർപേഴ്സൺ ഫൗണ്ടറും ഒക്കെ നമ്മുടെ മാലിനി ചിബാണ്. CEOയും ട്രസ്റ്റിയുമാണ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തന്നെ CEOയും ട്രസ്റ്റിയുമാണ്. പിന്നെ അതിൻ്റെ ആക്ടിവിറ്റി വിങ്ങിൻ്റെയും കൂടി ചെയർപേഴ്സൺ ഫൗണ്ടറാണ്. ആ വിങ്ങിൻ്റെ പേര് നാഷണൽ അഡാപ്റ്റ്സ് റൈറ്റ്സ് ഗ്രൂപ്പ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഷീ ഈസ് എൻ അക്കാഡമിഷ്യൻ, ലെക്ചറർ, റൈറ്റർ, റിസർച്ചർ conducting empowerment and sensitization courses on disability for individuals, corporates, parents, professionals and disabled activists. Now, ഇനി മാലിനി ചിബ് ഒരുപാട് റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു അക്കാഡമിഷ്യൻ ആണ്, ലെക്ചറർ ആണ്, റൈറ്റർ ആണ്, റിസർച്ചർ ആണ്, ഇതെല്ലാമാണ്. ഓക്കെ. അതുകൂടാതെ ഡിസബിലിറ്റി എംപവർമെൻറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഓക്കെ. ഡിസേബിൾഡ് ആയ ആൾക്കാർക്കും അവരുമായിട്ട് റിലേറ്റഡ് ആയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള കോഴ്സുകൾ, ഡിസബിലിറ്റിയെ സംബന്ധിച്ചുള്ള കോഴ്സുകളും മാലിനി ചിബ് നടത്തുന്നു. ഷീ ട്രാവൽസ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ആൻഡ് ഹാസ് പബ്ലിഷ് സെവറൽ ആർട്ടിക്കിൾസ്. അതുകൂടാതെ കുറേ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മാലിനി ചിബിൻ്റെ. ഇന്ത്യയിലും പുറത്തുമൊക്കെ പോയി പേപ്പേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യും. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ കോൺഫറൻസസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാലിനി ചിബ്. ഇന്റർനാഷണൽ നാഷണൽ കോൺഫറൻസുകളിലും പേപ്പർ പ്രസന്റ് ചെയ്യും. മാലിനി ചിബിന് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. So Malini Chib has never let something like cerebral palsy stand in her way of reaching for what others would consider the impossible. Okay. ഈ സെറിബ്രൽ പാൽസി മാലിനി ചിബിന് ഒരിക്കലും was not a hurdle in her life. She has done all this and more from what seems like a confining space, her wheelchair. ഒരു കൺഫൈനിങ് സ്പേസ്, മാലിനി ചിബിൻ്റെ ഒരു കൺഫൈനിങ് സ്പേസ് ആയ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മാലിനി ചിബ് എന്ന് പറഞ്ഞ വ്യക്തി പലതും എന്താ പറയുക, ഷീ ഹാസ് ഏൺഡ് മെനി തിങ്സ്. ഓക്കെ. And her wheelchair have never become a hurdle for her dreams. Okay. Her life is an inspiration to all. So Malini Chib is a person who have earned many accolades for in her life, being confined in her space of wheelchair. She has earned many feathers to her hat. Okay. പിന്നെ 2011 എന്താണ് ഉണ്ടായത്? The Indian Ministry of Social Justice and Empowerment awarded Chib the National Award for Empowerment of Person with Disabilities in the category Role Model category. Disabled person category റോൾ മോഡൽ ആയിട്ട് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ചിബിന് അവാർഡ് കൊടുത്തു. ഓക്കെ. നാഷണൽ അവാർഡ് വിന്നറാണ്. എന്തിലാണ്? ഫോർ ബീയിങ് എ റോൾ മോഡൽ എമംഗ് ദ ഡിസബിലിറ്റീസ് കാറ്റഗറി. ഓക്കെ. എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്.
അതിനുവേണ്ടി എംപവർമെന്റ് ഡിസബിലിറ്റി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു എംപവർമെന്റ് കൊടുക്കാൻ ചിബ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറ്റി. അതിന് അംഗീകാരവും കിട്ടി. ഓക്കെ. In 2017, on the occasion of World Cerebral Palsy Day, 2017 സംഭവിച്ചാണ്, Chib was honored with the first Global Cerebral Palsy Day Award. അടുത്ത അവാർഡ് കിട്ടി. ഫസ്റ്റ് ഗ്ലോബൽ സെറിബ്രൽ പാൽസി ഡേ അവാർഡ്. Cerebral Palsy Day Award for ensuring rights and entitlements of persons with disability conferred by Cerebral Palsy Alliance, ഓസ്ട്രേലിയ. അപ്പോൾ സെറിബ്രൽ പാൽസി അലയൻസ് ഓസ്ട്രേലിയ കണ്ടക്ട് ചെയ്തു ഈ സെറിബ്രൽ പാൽസി ഡേ, ഗ്ലോബൽ സെറിബ്രൽ പാൽസി ഡേയിൽ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമിൽ വീണ്ടും അവാർഡ് കിട്ടുകയാണ് നമ്മുടെ മാലിനി ചിബിന്. ഫസ്റ്റ് ഗ്ലോബൽ സെറിബ്രൽ പാൽസി ഡേ അവാർഡ് for ensuring rights and entitlements for persons with disability. ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ റൈറ്റ്സിന് വേണ്ടി പൊരുതിയതുകൊണ്ട് നമ്മുടെ മാലിനി ചിബിന് അവാർഡ് കിട്ടുകയാണ്. ഫ്രം ഓസ്ട്രേലിയൻ അവാർഡാണ്. ഓക്കെ. കൺഫേർഡ് ബൈ സെറിബ്രൽ പാൽസി അലയൻസ് ഓസ്ട്രേലിയ. Okay. Now, Margarita with a Straw is an Indian movie released in 2014 based on her life. Okay. ഈ മാലിനി ചിബിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ, യൂട്യൂബിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. നല്ലൊരു ഇന്റർവ്യൂ ആണ്. മറ്റേ ഏതാ ഒരു ആക്ട്രസ്, ഒരു ഇന്ത്യൻ ആക്ട്രസ്, പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആക്ട്രസ് ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത് മാലിനി ചിബിനെ. നല്ലൊരു ഇന്റർവ്യൂ ആണ്. യു ഷുഡ് ഓൾ വാച്ച് ഇറ്റ്. ഓക്കെ. എവിടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതെന്താണ്, മാർഗരീറ്റ വിത്ത് സ്ട്രോ എന്ന് പറഞ്ഞ ഒരു മൂവി, ഇന്ത്യൻ മൂവി റിലീസ് ആവുന്നുണ്ട്. ആ ഇന്ത്യൻ മൂവിയിൽ മാർഗരീറ്റിനെ പ്ലേ ചെയ്ത ആക്ട്രസ് ആണ് അത്. ആ ഇന്റർവ്യൂവിലും നമ്മുടെ മാലിനി ചിബിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ. സോ is Margarita with a Straw is a movie based on this മാലിനി ചിബാണ് അതിനൊരു ഇൻസ്പിറേഷൻ ആയത്, ഈ മാർഗരീറ്റ വിത്ത് എ സ്ട്രോ എന്ന് പറഞ്ഞ മൂവിക്ക്. ഓക്കെ. അത് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ മാർഗരീറ്റ എന്താ മാലിനി ചിബ്, പക്ഷെ മാലിനി ചിബിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണെന്നാണ് ആ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ഓക്കെ. നമ്മുടെ മാലിനി ചിബിന്റെ പല ഇന്റർവ്യൂസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇറ്റ്സ് എന്താ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയ ഇന്റർവ്യൂസ് ആണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കാണാം. One Little Finger 2011 is a story of a woman who defied all odds to emerge victorious in spite of crippling physical disability and an insensitive society. A woman who dragged herself out of the limitations that her condition had imposed on her. അപ്പോൾ മാലിനി ചിബ് ഈ കണ്ടീഷൻസ് ഭയങ്കര കുറേ നമുക്ക് ലിമിറ്റേഷൻസ് തരുന്നുണ്ട്. ആ ലിമിറ്റേഷനൊക്കെ മറികടക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ മാലിനി ചിബിന്റെ. അത് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാം. വൺ ലിറ്റിൽ ഫിംഗർ സ്റ്റോറിയിൽ കാണാം. പിന്നെ അടുത്ത ലൈൻ, ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് മാലിനി ചിബ്സ് സെർച്ച് ഫോർ. അപ്പോൾ വൺ ലിറ്റിൽ ഫിംഗറിന്റെ സ്റ്റോറി എന്താണ്? സ്റ്റോറി ഓഫ് മാലിനി ചിബ്സ് സെർച്ച് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡന്റിറ്റി ആൻഡ് ഹെർ സീൽ ടു ലിവ് എ ഫുൾ മീനിങ്ഫുൾ ലൈഫ് ഡിസ്പൈറ്റ് ലൈഫ് ലോങ് ഡിസബിലിറ്റി. ഒരു മീനിങ്ഫുൾ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റും, ഡിസേബിൾഡ് ആണെങ്കിൽ പോലും എങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ മറികടന്ന് എങ്ങനെ ഒരു ഹാപ്പി, ഒരു സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്ന് മാലിനി ചിബിന്റെ സ്റ്റോറിയിലൂടെ കാണിച്ചു തരുന്നു. ഓക്കെ. സെറിബ്രൽ പാൽസി എന്നാണ് മാലിനി ചിബിന്റെ ഡിസബിലിറ്റിയുടെ പേര് കേട്ടോ. causing due to lack of oxygen, okay, during birth. Okay.
In this inspirational autobiography, struggles of as a child, her challenges and disappointments as a young as a youth, and her achievements and joys as an adult. ഇതൊക്കെ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. That makes a body. ഈ cerebral palsy കാരണം എന്താണ് difficulties makes the body movements extremely difficult. ബോഡി മൂവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഈ cerebral palsy ഉള്ള ആൾക്കാർക്ക്. In this inspirational autobiography, ഈ ഓട്ടോബയോഗ്രഫിയിൽ we can see her struggles as a childhoodലുള്ള സ്ട്രഗിൾസും ചാലഞ്ചസും ഡിസപ്പോയിൻമെന്റും പിന്നെ ആസ് എ യൂത്ത് ഡിസപ്പോയിൻമെന്റ്സ് ആസ് എ യൂത്ത് ടൈമിൽ യങ്സ്റ്റർ ടൈമിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഹെർ അച്ചീവ്മെന്റ്സ് ആൻഡ് ജോയ്സ് ആസ് എ അഡൾട്ട്. പിന്നെ അഡൾട്ട് ഞാൻ പറഞ്ഞല്ലോ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്കുള്ളൊരു യാത്ര. ആ ടൈം പീരീഡിലെ ജോയ്സും ഹാപ്പി ഇൻസിഡൻസും ഈ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് അടർത്തിയെടുത്ത ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറഞ്ഞ സ്റ്റോറിയിലും നമ്മുടെ മാലിനി ചിബിന്റെ ലൈഫ് റിലേറ്റഡ് ഇൻസിഡൻസും ജോയ്സും ഡിഫിക്കൽട്ടീസും ചാലഞ്ചസും ഒക്കെ പറയുന്നുണ്ട്. Now, inspirational autobiography, Malini recounts her experiences from childhood to adulthood, her struggles, disappointments, joys as an adult. Entreviews to adulthood, a chapter from her autobiography. ഈ വൺ ലിറ്റിൽ ഫിംഗർ എന്നുള്ളത് ഓട്ടോബയോഗ്രഫിയുടെ പേരാണ്. അതിൽ നിന്ന് എടുത്തതാണ് ഈ ചാപ്റ്റർ നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ One Little Finger discusses the a chapter from her autobiography. ഈ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ഓട്ടോബയോഗ്രഫി വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറഞ്ഞ മാലിനി ചിപ്പിന്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത ഒരു പീസാണ്. ഓക്കെ The narrators visit to എന്താണ് ഇത് ഈ പറയുന്നത് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഒരു ഇൻസിഡന്റ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹർ വിസിറ്റ് ടു ദ യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെർക്ലി ആൻഡ് ഹൗ മച്ച് ബെർക്ലി ഇൻസ്പയർഡ് ഹർ. ഈ യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെർക്ലിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഇൻസിഡൻസും എക്സ്പീരിയൻസും ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിലും ഈ യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെർക്ലിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന എന്താ her inspirational kind of experiences. She herself getting a different type of experience from India. അതാണ് ഇതിൽ പറയുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. I look forward for all of you guys enjoying this chapter, okay, and understanding what type of environment that a child who is born with a difficulty which is not her fault or his fault. അപ്പോൾ ഒരു എല്ലാ കൺട്രിയും ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് ഇന്ത്യനെ കുറിച്ച് പറയുന്നത്, ഇതൊക്കെ ശരിയാണോ, എന്തൊക്കെയാണ് ചേഞ്ചസ് വരേണ്ടത് എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുക, മനസ്സിലാക്കുക. You should enjoy this chapter. ടെക്സ്റ്റിലേക്ക് കിടക്കാം നമുക്കിനി. After my degree, I went to the United States for a short visit in 1988. ഡിഗ്രി ഇന്ത്യയിൽ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു. It was a great learning experience for me. One of the places I visited was Berkeley. ബെർക്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബെർക്ലി. Now, when visiting the university town of Berkeley, I was pleasantly surprised to find it teeming with electric wheelchairs. Electric wheelchairs ആണ് അവിടെ മാലിനി ചിബ് ഡിസേബിൾഡ് ആൾക്കാർ ഉപയോഗിക്കുന്നതായി കാണുന്നത്. ഇലക്ട്രിക് വീൽ ചെയർ ട്ടോ. നോട്ട് ദ പോയിന്റ്. In fact, these wheelchairs were the order of the day. Wheelchairs had the right of way. The traffic came to a halt just to let them cross the road.
ഓക്കെ, നമ്മുടെ ഇവിടെ നടന്നു പോകുന്ന ആൾക്കാര് കണ്ടുപോലും നടിക്കാതെ പോകുന്ന ആൾക്കാരുടെ ഇടയിലുള്ള ഇന്ത്യയിൽ നിന്ന് ഡിഫറെന്റ് ആയി മാലിനി ചിബ് എന്ത് കാണുന്നു? ഒരു വീൽ ചെയർ വന്ന് ക്രോസ് ചെയ്യാൻ, റോഡ് വന്ന് ക്രോസ് ചെയ്യാൻ വരുമ്പോ തന്നെ ഹോൾട്ടായി സ്റ്റില്ലായി പോകുന്ന ട്രാഫിക്. ഓക്കെ, അതാണ് അവിടെ ബെർക്ക്ലിയിൽ കാണുന്നത്. The accessibility was splendid. All the pavements were ramped and the curbs rounded, making it a very disabled friendly place. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? ആക്സസിബിലിറ്റി ഭയങ്കര ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് റോഡിലേക്കുള്ള ആക്സസിബിലിറ്റി ഭയങ്കര സ്പ്ലെൻഡിഡ് ആയിരുന്നു, എക്സലന്റ് ആയിരുന്നു, ഇംപ്രസീവ് ആയിരുന്നു. ഓക്കെ, all the payments ramped with the curbs rounded. എല്ലാ സ്ഥലത്തും റാംപ്സ് ഉണ്ട്. ഈ വീൽ ചെയറിന് പോകാനുള്ള സ്ഥലമുണ്ട്. പിന്നെ എന്തെങ്കിലും ഹേർഡിൽസ്, ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ റോഡിൽ ഹംപ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ റൗണ്ടഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? റൗണ്ടഡ് ആയാൽ വീൽ ചെയറിന് കയറി ഇറങ്ങാൻ എളുപ്പമാണ്. ഓക്കെ, അങ്ങനെ ഡിസേബിൾ ഫ്രണ്ട്ലി ആയ ഒരു പ്ലേസ് ആയിരുന്നു നമ്മുടെ ബെർക്ക്ലി. പിന്നെ a wheelchair could hop on and off with ease. ഈ കർബ്സ് ഒക്കെ വളഞ്ഞതായതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമായിരുന്നു. എവറി പ്ലേസ് വാസ് ആക്സസിബിൾ, ബി ഇറ്റ് എ ലൈബ്രറി, എല്ലാ പ്ലേസും, ലൈബ്രറി, മ്യൂസിയം, റെസ്റ്റോറൻറ്റ്, ഷോപ്പ്, സ്കൂൾ, പബ്ലിക് ടോയ്ലറ്റ് ഓർ തിയേറ്റർ, ആൻഡ് ദിസ് ഫെസിലിറ്റേറ്റഡ് ഇൻഡിപെൻഡൻസ്. എല്ലാ പ്ലേസുകളും ഇവർക്ക് ആക്സസിബിൾ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇന്ത്യയിൽ ഒരു വീൽ ചെയർ ഉള്ള ആൾക്ക് കയറാൻ ആക്സസിബിൾ ആണോ? അല്ലെങ്കിൽ എത്ര ബിൽഡിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ചെരിഞ്ഞ റാമ്പ് ഉള്ള പ്ലേസസ്, ഡിസേബിൾ ഫ്രണ്ട്ലി ആയ സ്പേസസിനാണ് ഈ റാമ്പ് ഒക്കെ ഉള്ളത്. അങ്ങനെയുള്ള എത്ര ബിൽഡിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര ബസ്, എത്ര മ്യൂസിയം, എത്ര ഷോപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡിസേബിൾ ഫ്രണ്ട്ലി ആയ? അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നടന്നു പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു വഴിയിൽ കൊടുക്കേണ്ടത്. അതാണ് ബേസിക് ചാപ്റ്റർ നമ്മുടെ ഈ ലൈസൻസ് ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ എക്സാം ഒക്കെ പാസ്സാവാനുള്ള ബേസിക് ആയ കാര്യം പറയുന്നത്. എത്ര പേര് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഡിസേബിൾഡ് ആയ ആൾക്കാർക്കോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ഇനി ഒരു ലൈസൻസ് ഒക്കെ ഏൺ ചെയ്യുമ്പോൾ യു ഷുഡ് റെസ്പെക്ട് ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ വാക്കിംഗ്. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഡിസേബിൾഡ് ആൾക്കാർക്കും നടന്നു പോകുന്ന ആൾക്കാർക്കും പ്രയോറിറ്റി കൊടുക്കണം. നിങ്ങളെങ്കിലും അങ്ങനെ ചെയ്യണം. യു ഷുഡ് മേക്ക് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. നൗ പബ്ലിക് തിയേറ്റേഴ്സ്, എല്ലാ സ്ഥലവും അവർക്ക് ഇൻഡിപെൻഡൻസ് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളായി തുടങ്ങി ഈ ബെർക്ക്ലിയിലെ ഷോപ്സും സ്കൂളും റെസ്റ്റോറൻറ്റും ഒക്കെ. ഓക്കെ, ഇൻഫാക്ട് ദ ക്യാമ്പസ് ഇസ് ലൊക്കേറ്റഡ് ഓൺ എ ഹിൽ. ഒരു ഹില്ലിലാണ് ഈ ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അഡ്വൈസബിൾ ഫോർ എ ഡിസേബിൾഡ് പേഴ്സൺ ടു ഹാവ് എ ഇലക്ട്രിക് വീൽ ചെയർ. ഒരു ഇലക്ട്രിക് വീൽ ചെയർ ആണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഡിസേബിൾഡ് ആൾക്കാർക്ക്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ബിസൈഡ്സ് മൊബിലിറ്റി, ഇറ്റ് ഗിവ്സ് എ ഡിസേബിൾഡ് പേഴ്സൺ എ സെൻസ് ഓഫ് ഫ്രീഡം. ഇലക്ട്രിക് വീൽ ചെയർ ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് ഒരു ഫ്രീഡം ഫീൽ ചെയ്യാൻ സഹായിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് തന്നെ മൂവ് ചെയ്യാം വേറൊരാളുടെ സഹായം ഇല്ലാതെ. ഇലക്ട്രിക് വീൽ ചെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കൈ പിടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ പോകാനൊക്കെയുള്ള ബട്ടണൊക്കെ ആയിട്ടുള്ള ഇലക്ട്രിക് വീൽ ചെയർ. നമ്മുടെ സിനിമയിലുണ്ടല്ലോ ഇലക്ട്രിക് വീൽ ചെയറിന് വേണ്ടി അമ്മയ്ക്ക് ഇലക്ട്രിക് വീൽ ചെയർ മേടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മകന്റെ സ്റ്റോറി. ഫിലിമിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓക്കെ, എനിവേ, അപ്പം ഇലക്ട്രിക് വീൽ ചെയർ വേണമെന്നാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത് കൂടുതലും. ഓക്കെ, തള്ളിക്കൊണ്ട് നടക്കുന്നല്ലാത്ത ഇലക്ട്രിക് വീൽ ചെയർ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് വീൽ ചെയർ എന്തുകൊണ്ടാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ലാസ്റ്റിലുണ്ട്. അപ്പം ഇതുകൊണ്ടാണ്. അത് ഇലക്ട്രിക് വീൽ ചെയർ വിൽ ഹെൽപ്പ് ദ പേഴ്സൺ ടു സെൻസ് ഫ്രീഡം. ഓക്കെ, അത് എഴുതാം. മേക്കിംഗ് വൺ ഫോർഗെറ്റ് ദാറ്റ് ഹി ഓർ ഷീ കനോട്ട് വർക്ക്. ഈ ഇലക്ട്രിക് വീൽ ചെയറിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യാത്ര വിൽ ഹെൽപ്പ് ദ പീപ്പിൾ.
അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഇലക്ട്രിക് വീൽ ചെയർ നമ്മുടെ എന്താ ഡിസേബിൾഡ് ആയ ആൾക്കാരിൽ ഒരു ഫ്രീഡം, സെൻസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ സഹായിക്കുന്നു. നൗ പിന്നെ often I have been upset while trying to enter 5-star hotels, art galleries or parks in India. ഇന്ത്യയിൽ എന്താ എനിക്ക് പല ബിൽഡിങ്സിലേക്ക് കയറാനുള്ള ആക്സസിബിലിറ്റി വളരെ കുറവായിരുന്നു. അത് കണ്ട് സങ്കടം വന്നിട്ടുണ്ടെന്ന് നമ്മുടെ മാലിനി ചിബ് പറയാണ്. To find that no thought has been given to a person who cannot walk usually. All that is needed is a ramp. ഒരു റാമ്പിന്റെ ആവശ്യമേ ഉള്ളൂ. So no one has thought about the disabled people while making a building എന്നാണ് മാലിനി ചിബ് പറയുന്നത് ഇന്ത്യനെ കുറിച്ച്. Okay. My God, such a disgrace അല്ലേ. Anyway, now India is a changing country. You should never be disappointed. Things are changing. It's becoming better. Now people of disability are kept in mind by building buildings and things more accessible to them too. Well, let's hope for a betterment in each of these areas, so that the disabled people will not feel left out. In Berkeley, there were several organizations dealing with disabled students and fighting for rights of disabled people. We visited the Center for Independent Living at Berkeley. Disabled പീപ്പിളിനുള്ള റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കുറെ സെന്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഒന്നിന്റെ പേര് സെന്റർ ഫോർ ഇൻഡിപെൻഡന്റ് ലിവിങ്. ഓക്കെ. At the center, they train disabled people on how to manage their lives even if they suffer from severe disabilities. എങ്ങനെ they can manage their life with this difficulty of theirs എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ സെന്റർ ചെയ്യുന്നത്. അവിടെ മാലിനി ചിബ് വിസിറ്റ് ചെയ്തിരുന്നു. ഓക്കെ. Disabled people had the help of many different attendants who aided them with daily living functions, keeping in mind their needs. അപ്പോൾ അവിടെ കുറെ അറ്റൻഡൻസ് എന്ന പേരുള്ള കുറെ ആൾക്കാർ ഈ ഡിസേബിൾഡ് പീപ്പിളിന്റെ ലൈഫ് ഈസി ചെയ്യാൻ വേണ്ടി അവരെ അസിസ്റ്റ് ചെയ്യുന്നത് മാലിനി ചിബ് കണ്ടു. Okay. Dad and I saw many disabled adults with multiple attendants who came and went. അവിടെ മാലിനി ചിബും അച്ഛനും കൂടി നിൽക്കുമ്പോൾ പല ഡിസേബിൾഡ് ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ അറ്റൻഡൻസ് ഒരാൾക്ക്, ഒരു ഡിസേബിൾഡ് പേഴ്സണിന് അവർ കാണുകയാണ്, ചിബിന്റെ അച്ഛനും. Then what I found hugely amazing was the disabled people themselves were in charge and were placed in positions of power. They hired and fired their personal helpers who were called attendants. അപ്പോൾ ഈ ഡിസേബിൾഡ് പേഴ്സണ് അവിടെ ബെർക്ക്ലിയുടെ ഈ ഇൻഡിപെൻഡൻറ്റ് സെന്റർ ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിൽ ഒരു ഡിസേബിൾഡ് പേഴ്സണിന് പല അറ്റൻഡൻസ്, 1 or 2 or അതിൽ കൂടുതലോ അറ്റൻഡൻസ് ഒരാൾക്കുണ്ട്. ആ ഡിസേബിൾഡ് പേഴ്സന്റെ റൈറ്റ് ആണ് അവരെ ഹയർ ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതടക്കം ഈ ഡിസേബിൾഡ് പേഴ്സൺ ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ. ഈ അറ്റൻഡൻസ് ഈ ഡിസേബിൾഡ് ആൾക്കാർക്കുള്ള പല നീഡ്സും മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ ലൈഫ് ഒരു ഈസി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. What I found hugely amazing was that disabled people themselves were in charge. വായിച്ചു. They hired and fired. അതും വായിച്ചു. I saw many disabled people like me and more severe than me in positions of power heading disability organizations. Disability organizationന്റെ ഹെഡായിട്ടിരിക്കുന്നവരും ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആൾക്കാരാണ് എന്നൊക്കെ കണ്ട് ഇങ്ങനത്തെ ചേഞ്ചുള്ള ഇന്ത്യയിൽ നിന്ന് വളരെ ചേഞ്ച്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ചെന്ന ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മാലിനി ചിബ് പറയാണ്.
Okay, in Berkeley, disabled people prefer hiring outsiders and not their own family and friends to assist them. അവർ ഈ ബർക്ക്ലിയിൽ ഈ ഡിസേബിൾഡ് ആൾക്കാർ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ അവരെ തന്നെ എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ അന്വേഷിക്കുകയല്ല ചെയ്യുക. ഫാമിലിയും ഫ്രണ്ട്സിൽ നിന്നും വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരെയാണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുക ഫോർ ബീയിങ് ദെയർ അറ്റൻഡൻസ്. ഓക്കെ. As this brings in a neutral person and obfuscates some level of what emotional attachment. അപ്പോൾ they prefer hiring outsiders for helping them, not their own family or friends to assist them, as this brings up a neutral person. അപ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫ്രണ്ട്സും ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. ഇത് പുറത്തുനിന്നുള്ള ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അത് ഉണ്ടാവുന്നില്ല എന്നാണ് മാലിനി ചിബ് പറയുന്നത്. So yes, that's about this page.